വേഷം മാറി കൈനോട്ടക്കാരനായിട്ട് അമ്പലത്തിന്റെ മുമ്പിൽ ചെന്നിരുന്നേ. അവിടേക്ക് ശരിക്കുള്ളൊരു കൈനോട്ടക്കാരി വന്നു. മുഖലക്ഷണം പറയുന്ന ഒരുത്തി. എന്നിട്ടെന്താ, അവർക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ കള്ളവേഷം ധരിച്ച് വന്നാണെന്ന്. അതോടെ എന്റെ പ്രച്ഛന്ന വേഷം കഴിഞ്ഞു. അതിനിടയ്ക്ക് നീ കണ്ണനെ കണ്ടോ? നടക്കുന്ന കണ്ണനെ? ആ, അവനെ ഞാൻ കണ്ടു. അവന്റെ കൂട്ടുകാരനോടൊപ്പം കാറി പോകുന്നത്. പക്ഷെ അവൻ അമ്പലത്തിൽ നിന്ന് നടന്നു വന്നാണോ കാറി കയറിയെന്ന് എനിക്കറിയത്തില്ല. ഓ, അതിനുമുമ്പ് ആൾക്കാർ എന്നെ അടിയും തന്ന് ഓടിച്ചല്ലോ. നീ പോയപ്പോ തന്നെ എനിക്കറിയാം നീ നിന്റെ മരുമോനെ പോലെ തന്നെയാവുമെന്ന്. അവൻ ഒന്നുമില്ലേലും നിന്നേക്കാളും എടുക്കനാടാ. എടാ, ലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കണ്ണന്റേതാണെന്നേ കണ്ടുപിടിക്കാനുള്ള കാരണക്കാരൻ അവനല്ലേ? ആ, നമുക്ക് ആ അമ്പലത്തിലെ പൂജാരിയോട് കണ്ണൻ നടക്കുമെന്ന് തിരക്കാലോ അമ്മേ? വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ആ പൂജാരിയൊക്കെ അവന്റെ ആൾക്കാരാ. നമ്മളൊരു ദിവസം പോയപ്പോ കണ്ണനെ പറ്റി ചോദിച്ചായിരുന്നല്ലോ. ആ സമയത്തെ കണ്ണനും ലക്ഷ്മിയൊക്കെ ദൈവത്തിന്റെ അവതാരങ്ങളാണെന്ന് അയാള് പറഞ്ഞേ. പിന്നെ അവതാരങ്ങളെ പറ്റി അവനെ പോലുള്ള ഒരു അവതാരം എന്തെങ്കിലും പറയുമോ? എന്തായാലും ഒന്ന് പിടിച്ചേ. സത്യാവസ്ഥ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അമ്മേ. കണ്ണൻ നടന്നെങ്കിൽ നമ്മുടെ മോള് കിടപ്പിലാവും. പിന്നെ ലക്ഷ്മിക്ക് എന്താ അമ്മേ ജീവിതത്തിൽ കിട്ടാനുള്ള? അവക്ക് നടക്കുന്ന ഭർത്താവായി, കുഞ്ഞായി, ഇഷ്ടംപോലെ പണമായി, ഉദ്യോഗമായി. ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവതി അവളാണെന്നും പറഞ്ഞ് നമ്മുടെ മോള് നമ്മളെ വരഞ്ഞ് ഉപ്പിലിടും. എന്റെ ദൈവമേ, അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അവൻ വീൽ ചെയറുമായിട്ട് എന്നും അങ്ങനെ ജീവിക്കട്ടെ. ഞങ്ങളുടെ സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരിക്കും. ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞും ഒന്നും കേട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. നിന്നെ പോലെ ഭാഗ്യം ചെയ്ത ഒരമ്മ ഈ ലോകത്തില്ലെന്നായിരിക്കും ഇപ്പൊ നിന്റെ വിചാരം. അങ്ങനെയുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നണമെങ്കിൽ എന്റെ ഇളയ മോളും മരുമോനും ഒക്കെ കണ്ണനെ ലക്ഷ്മി പോലെ നല്ല നിലയിൽ ചിന്തിക്കണം. പിന്നെ നിങ്ങളുടെയൊക്കെ സ്വഭാവത്തിനും മാറ്റം വരണം. ഓ വേണ്ടടി, അതിനെ പറ്റി ഒന്നും പറയണ്ട. നിന്റെ മനസ്സിപ്പോ പൂത്തുലഞ്ഞ് നടക്കുക. സംശയമുണ്ടോ? അതിന്റെ പ്രസരിപ്പൊക്കെ ഇവിടെ മോന്തയ്ക്കിപ്പൊ കാണാനുണ്ട്. ഓരോ ദിവസം ചെല്ലും തോറും ചെറുപ്പമായിട്ട് അങ്ങോട്ട് വരുമല്ലേ. ലക്ഷ്മിക്കാണോ ഇവക്കാണോ പ്രായം കൂടുതലെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഒന്നുകൂടെ കെട്ടുന്നോടി. വേണേ കെട്ടിക്കാം. ഇതുപോലെയുള്ള സംസാരങ്ങളല്ലേ നാവിന്ന് വരുന്നത്. പിന്നെ എനിക്ക് എങ്ങനെ ഭാഗ്യം ഉണ്ടാവാനാ? ചെല്ലിയല്ലേ അമ്പലത്തിലെ പോറ്റി ദേവിയെ തൊഴുന്നതിന് പകരം നിന്നെ തൊഴട്ടെ. പോക്ക് കണ്ടില്ലേ? അയ്യടാ. ഹലോ ലേഖേ, ഭക്ഷണമൊക്കെ കഴിച്ചോ മഹി? പിന്നെ ഞാൻ പട്ടിണി കിടക്കാനോ? എന്നാലും ഇവിടെ വെച്ച് കഴിച്ചില്ലെങ്കിലും കഴിപ്പിക്കാൻ ആളുണ്ടല്ലോ. ഇവിടെയും കഴിപ്പിക്കാൻ ആളുണ്ടല്ലോ, എന്റെ ഭർത്താവ്. ലേഖേ, മാക്സിമം 2 ദിവസം, അത് കഴിഞ്ഞ് ഞാനങ്ങെത്താം. ഇവിടെ ചില ശുദ്ധികലശമൊക്കെ നടത്താനുണ്ട്. അതൊക്കെ കൊള്ളാം. അതിനിടയിൽ അമ്മയ്ക്കും കുഞ്ഞിനും ആപത്തൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കുകയും വേണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ലേഖേ. രാവിലെ വിളിക്കാം കേട്ടോ. ശരി. ഇനി വിളമ്പി കൊടുക്കാൻ ആരെങ്കിലും പറയണോ? ഞാൻ വിളമ്പിക്കോളാം.
മോളെ, ഇവളൊക്കെ പറഞ്ഞ നീ എന്തിനാ കേൾക്കുന്നേ? ആഹാരം ഉണ്ടാക്കി വെച്ചതും പോരാ, ഇനി അത് വിളമ്പിയും തരണോ? എന്നാ പിന്നെ നീ അവക്ക് വാരി കൊടുക്ക്. തൽക്കാലം അത് വേണ്ട. പക്ഷേ വാരി തരാൻ പറഞ്ഞാ ഇവള് വാരി തരും. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അമ്മേ. പിന്നെ അമ്മ എന്തിനാ ചൂടാവുന്നേ? മോളെ, പിന്നെ ഇതൊക്കെ കണ്ടാ ചൂടാവത്തില്ലേ? പ്രതാപനും മോളുടെ മുത്തശ്ശിയൊക്കെ മോളെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചതേ ഇവിടുത്തെ അടുക്കള പണി ചെയ്യാനൊന്നുമല്ല. ആരും കൂടുതലൊന്നും സംസാരിക്കണ്ട. അവക്ക് കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ അമ്മയ്ക്കെന്താ? വന്നിരിക്കെ. നീ ഇരിക്കുന്നില്ലേ? ആ, വിളമ്പിയത് മതി. കരുണ ഇരിക്കും. വേണ്ട, ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് താൻ കഴിച്ചാൽ മതി. എന്തിനാടാ ഇങ്ങനെ പാടുപെടുന്നേ? പാചകം ചെയ്യുന്നവരെ വിശ്വാസം ഇല്ലെങ്കിലേ പിന്നെ അവരെ കൊണ്ട് പാചകം ചെയ്യിപ്പിക്കാതിരുന്നൂടെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പിന്നെ ചേരുവയൊക്കെ തന്റെ സംഭാവനയല്ലേ? ഇവള് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കി തുടങ്ങിയില്ലല്ലോ. ഇനി അതിലേക്ക് വരണം. നിങ്ങൾ വെറുതെ ആയിരിക്കും എനിക്ക് മാസാമാസം ശമ്പളം തരുന്നെന്ന് പറയുന്നത്. അതിന് ഇവിടെ ജോലി ചെയ്യിപ്പിച്ച് മുതലാക്കിയാണോ? എടോ, എത്ര കൃത്യമായിട്ടാ അവനത് പിടിച്ചെടുത്തത്. അതേടാ, ശമ്പളത്തിന്റെ ഒരംശം മുതലാക്കാനായിട്ടാ ഇവിടെ അടുക്കള കയറ്റിയേ. ഒരംശം മാത്രം. നിനക്ക് തരുന്ന ശമ്പളം മുഴുവൻ മുതലാക്കണമെങ്കിലേ കുറഞ്ഞത് 3 ജോലിക്കാരെങ്കിലും ഇവിടെ നിർത്തണം. ഇനി ഇവളുടെ പ്രസവമൊക്കെ വരുമല്ലേ, അപ്പൊ ജോലിക്കാരെ കുറെ വേണ്ടി വരുമല്ലോ. ഞങ്ങളെ ആരെയും വിശ്വാസമില്ലാതെ ഒരുത്തിയുടെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതല്ലേ. പ്രസവം കഴിയുന്നവരെ ഇനി ഇങ്ങോട്ടില്ലാന്നും പറഞ്ഞോണ്ട് അവൾക്ക് ഇവളെ നോക്കി നോക്കി മടുത്തു കാണും. ഇയാൾ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നേന്നുമല്ല, ഉടനെ തന്നെ ലേഖയുടെ അടുത്തേക്ക് പോവും. ദേ, ഇവളെ വീട്ടുകാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് നീ എന്തടി കഴിക്കാത്തത്? നീ ഉണ്ടാക്കിയ ഫുഡിന് ടേസ്റ്റ് ഉണ്ടോന്ന് നിനക്കറിയണ്ടേ? ഞാൻ കഴിച്ചോളാം. ആഹാരത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത പ്രകൃതമാണല്ലോ, അതുകൊണ്ട് കഴിച്ചോളൂ. മോനെ ഉണ്ണി, എന്താടാ മോനെ കരുണയ്ക്ക് പറ്റിയത്? എന്താ അമ്മേ? അവൾ എന്തിനാടാ എല്ലാവർക്കും ഇങ്ങനെ വെച്ച് വിളമ്പുന്നേ? ഞാൻ അടുക്കളയിൽ കേറാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. അവളുടെ അച്ഛനെ ബാധിച്ച ബാധയുണ്ടല്ലോ, അത് അവളുടെ അച്ഛന്റെ ദേഹത്ത് വിട്ടൊഴിഞ്ഞു പോയപ്പോ അവളുടെ ദേഹത്ത് കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ, അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിലേ അടുക്കളയുടെ മണമേ ഇഷ്ടമല്ലാത്ത കൊച്ചാ അത്. നമ്മൾ അറിയാത്തതായി ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടമ്മേ. മഹാലക്ഷ്മി പറയുന്നത് അവൾ ഇന്ന് വരെ കേട്ടിട്ടില്ല. അങ്ങനെയുള്ളവളാ അവള് പറയുന്നതൊക്കെ അതേപടി അനുസരിക്കുന്നത്. ഇനി കരുണയ്ക്കേ മഹാലക്ഷ്മി എന്തെങ്കിലും കൈവശം കൊടുത്തു കാണൂ? കൈവശം കൊടുത്തോ കാൽവശം കൊടുത്തോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കരുണ ഇപ്പൊ എന്തിനൊക്കെ ഭയക്കുന്നുണ്ട്. ഇനി അവളെ ആ മാർക്കോ ഭീഷണിപ്പെടുത്തിയോന്നറിയില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നെങ്കിലേ അത് നമ്മളോട് പറഞ്ഞൂടെ? പറയരുന്ന് ചിലപ്പോ അവൻ പറഞ്ഞു കാണും. എന്നെയും വഴിയിൽ തടഞ്ഞു നിർത്തി അവൻ ഭീഷണി മുഴക്കിയതല്ലേ. അവനെയൊക്കെ കൊണ്ട് ജീവിക്കാൻ പറ്റാതെ ആയല്ലോടാ മോനെ. ഇപ്പൊ ഈ വീട്ടിനകത്ത് ആകെ ജീവിക്കുന്നത് കണ്ണനും അയാളുടെ ഭാര്യ മാത്രമാണ്. അയാൾക്ക് നടക്കാൻ പറ്റില്ല എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ജീവിതത്തിൽ അയാൾ എല്ലാം നേടി.
നാളെ അയാൾക്കൊരു കുഞ്ഞോട് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ അമ്മ അയാൾക്ക് ഇല്ലാത്തത്? 12ാമത്തെ വയസ്സിൽ വീൽ ചെയറിൽ കയറിയവന് ഇതൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കാര്യമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോടാ മോനെ. രാക്ഷസിയെ പോലെ ഒരുത്തി വന്നതോടെ അവന്റെ തലവര മാറി മറിഞ്ഞില്ലേ? ഇനിയിപ്പോ ഒരു കുഞ്ഞും കൂടെ ജനിച്ചു കഴിഞ്ഞാ അവള് കുറച്ചുകൂടെ പിടിമുറുക്കും. അമ്മ ഏതെല്ലാം നയത്തിലൊന്ന് ചോദിക്കുക കരുണയോട്, എന്താ അവൾക്ക് പറ്റിയെന്ന്. അവൾ അടുക്കള പണിയൊക്കെ പഠിക്കുന്നതും ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ. പക്ഷേ ഇപ്പോൾ അവൾ എന്തിനൊക്കെ ഭയന്നിട്ടാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത്. മഹാലക്ഷ്മിയും കണ്ണനും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവൾ അവരോട് മറുത്തൊരു അക്ഷരം പോലും പറയുന്നില്ല. അവരെ അനുസരിക്കുന്നതല്ലാതെ. കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെ ഒരു കരുണ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനും അങ്ങനെ തന്നെ. ഇനി മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണെങ്കിലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതും പറയാൻ പറ്റില്ല. എന്തായാലും ഓരോ ദിവസം കഴിയുന്തോറും ഈ വീടിന്റെ താളം തെറ്റിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്ക് ഏതായാലും വിശ്രമിക്കാലോ. എടാ, അവളെ കൊണ്ട് ജോലി ഏൽപ്പിച്ചിട്ടേ എനിക്ക് വിശ്രമിക്കാൻ ഒരു താല്പര്യമില്ല. ഇവിടുത്തെ അടുക്കളപ്പണി ചെയ്യാനൊന്നും അല്ലല്ലോ നീ അവളെ കെട്ടിക്കൊണ്ടുവന്നത്. ഇടയ്ക്ക് എന്തായാലും കരുണയുടെ മുത്തശ്ശി ഒന്ന് വിളിക്കാം. കൊച്ചിനെന്താ സംഭവിച്ചോന്നൊന്നും അറിയണമല്ലോ. പ്രതാപന് സംശയമുണ്ട് ഞാൻ നടക്കുന്നുണ്ടോ ഇല്ലയോന്ന്. അതുകൊണ്ടാ അയാള് വേഷം മാറി സന്യാസി വേഷത്തിൽ അമ്പലമുറ്റത്തേക്ക് വന്നത്. അങ്ങനെങ്കിൽ അവന്റെ സംശയം ഒന്ന് മാറ്റി കൊടുക്കണമല്ലോ സാറേ. ഉറപ്പായിട്ടും മാറ്റി കൊടുക്കണം. അല്ല സാറേ, സാറ് നടക്കുമെന്നറിഞ്ഞിട്ട് അവനെന്ത് കിട്ടാനാ? അയാൾക്ക് കിട്ടാനൊന്നുമില്ല, എങ്കിലും അതൊന്ന് ഉറപ്പിക്കാനാ നോക്കുന്നേ. ഓ, ഇപ്പൊ അയാളുടെ മകൾക്ക് മഹിയെ കൊച്ചാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അത് മാത്രമാണ്. അവളുടെ ഭർത്താവിന് നന്നായി നടക്കാൻ പറ്റും, എന്നാൽ കണ്ണനത് പറ്റില്ല. അവിടെയും മഹി അവളെ ജയിച്ചെന്നറിഞ്ഞാ അവൾക്കത് സഹിക്കാൻ പറ്റില്ല. അവളെ പോലൊരു ഭാര്യയ്ക്കൊപ്പം ജീവിക്കുന്നതിന് നല്ലത് ആ ഉണ്ണി മരിക്കുന്നതാ സാറേ. അവന് കുഴപ്പമില്ല മാർക്കോ, അവൻ അവളെക്കാൾ തരികടയല്ലേ. ഇവരുടെ എല്ലാ ലക്ഷ്യം സമ്പത്ത് മാത്രമാണ്. നാളെ മറ്റൊരാൾക്ക് ചെന്നു ചേരേണ്ട സ്വത്തിനെയും പണത്തിനെയും പറ്റി ചിന്തിച്ച് സ്നേഹിക്കുന്നവരുടെ മനസമാധാനം കളയുക. എനിക്ക് മഹിക്കും ചുറ്റുമുള്ളവര്. നന്നാവാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു നിന്റെ രണ്ടാനമ്മയ്ക്കും മക്കൾക്കും. അതിലൊരു തിരിച്ചടി ഉണ്ടായപ്പോൾ മഞ്ജു നന്നായി. എന്നാ എത്ര തിരിച്ചടി കിട്ടിയിട്ട് നന്നാവാത്തത് ഉണ്ണി അവൻ്റെ അമ്മയോ പിന്നെ നിന്റെ അമ്മാവൻ്റെ ആൾക്കാരും. ഇവിടെ തെറ്റ് സാറിന്റെ ഭാഗത്താ സാറേ. ജോലിയിൽ നിന്ന് ഉണ്ണിയെ പിരിച്ചുവിട്ടു, പിന്നെ അവന് തന്നെ മാസാമാസം ശമ്പളം കൊടുക്കുന്നേ. എന്തായാലും വീട്ടു ചെലവൊക്കെ സാറല്ലേ നോക്കുന്നേ. അതെത്ര പറഞ്ഞാലും ഇവൻ കേൾക്കില്ല. ആ കാര്യത്തിൽ എന്നെക്കാളും നിർബന്ധം മഹിക്കാം. മഹിയുടെ കാര്യം നീ വിട്. നീ ഒരു തീരുമാനം എടുത്താൽ അതിനോടൊപ്പം നിൽക്കും നിന്റെ ഭാര്യ. എടാ, വെറുതെ പൈസ കൊടുത്തിട്ടും നിന്നെ ദ്രോഹിക്കല്ലേ നിന്റെ അനിയനും അമ്മാവനും ഒക്കെ. ഒരുത്തനാണെങ്കിൽ ഇന്നോ നാളെന്നും പറഞ്ഞ് മുകളിലോട്ട് നോക്കി കിടക്കുക. അവനും നീ ശമ്പളം കൊടുക്കുകയല്ലേ. നീ നടക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ടല്ലേ അവൻ നിന്നെയും കൊണ്ട് ഏതോ ഒരു വിജനമായ സ്ഥലത്തേക്ക് പോയത് കൊല്ലാൻ. അത് മണത്തറിഞ്ഞു വന്ന മാർക്കോയെ അവൻ കാർ കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ചു. അതിനുശേഷമാണ് അവൻ കോമലായത്. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കിട്ടിയല്ലോ അവന്. അങ്ങനെ ശിക്ഷ കിട്ടണമെങ്കിൽ കയ്യിൽ കാലണ എടുക്കാൻ കഴിയാതെ കിടന്ന് തെണ്ടി തിരിയണം എല്ലാരും. അങ്ങനെ വേണം ചെയ്യാൻ, അല്ലാതെ ഇവനൊന്നും പഠിക്കില്ലേ. എന്തായാലും സാറ് നടക്കുന്നത് കാണാൻ നടക്കുന്ന പ്രതാപന്റെ കേട് ഇപ്പൊ തന്നെ ഞങ്ങൾ തീർത്തു കൊടുത്തോളാം. അവൻ ഇനി ഒരിക്കലും സാറിനെ ചെക്ക് ചെയ്യാനായിട്ട് സാറിന്റെ പിന്നാലെ നടക്കില്ല. അവന്റെ കാര്യം ഞങ്ങളേറ്റു. പരിചയമില്ലാത്ത ഓരോരുത്തന്മാരെ വിളിക്കുക. ഒരു ലോഡ് പാറ അടിച്ച ഡീസലിന്റെ പൈസ പോലും കിട്ടില്ല. ഏതെങ്കിലും കോൺട്രാക്ടർമാരായിരിക്കും. ഹലോ,
അതെ, ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയണ്ട. എങ്കിൽ പിന്നെ നീ എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. നീ ആരാണെങ്കിലും നിനക്ക് കൊള്ളാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാലേ നിങ്ങളുടെ പ്രതികരണം ഇതായിരിക്കില്ല. ഓ, എന്നാ പറഞ്ഞു തുടങ്ങി. സാറിന്റെ മൂത്ത മരുമോനുണ്ടല്ലോ, ആ ഫിനാൻസ് കമ്പനി നടത്തുന്നയാള്. അവനെ ഞാൻ എൻ്റെ മരുമകനായിട്ട് കണക്കാക്കിയിട്ടില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അയാളിപ്പോ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. നടക്കുന്നുണ്ടോ? നീ എന്തൊക്കെയാ പറയുന്നേ? നടക്കുന്നുണ്ടോ? ഇപ്പോഴെന്താ കേൾക്കാൻ ജിജ്ഞാസയായോ? നിർത്തടാ. എടേ, വെറുതെ നീ കള്ളം പറയരുത്. ഇപ്പൊ വേളി കടപ്പുറത്തുണ്ട്. അയാളും അയാളുടെ ഭാര്യയും അയാളുടെ കൂട്ടുകാരനും കൂടി ദാ ഇവിടെ തണല് പറ്റിയിരിക്കുക. പെട്ടെന്ന് വന്നാ അവരെ കാണാം. നീ അവൻ നടക്കുന്നത് കണ്ടോ? എടോ, ഭാര്യയും ഭർത്താവും കൂടി ഇപ്പൊ കടപ്പുറത്ത് കൈകോർത്ത് പിടിച്ചോണ്ട് നടക്കുക. എന്നാ നീ അവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിനകത്ത് അയക്കേ. പിന്നെ എനിക്കതല്ലേ പണി. ഞാനിത് അറിഞ്ഞപ്പോ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ വന്ന തനിക്ക് കാണേണ്ട കാഴ്ച കാണാം. എന്താടാ? അല്ലമ്മേ, അന്നൊരുത്തനൂടെ വന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഒരുത്തൻ ഫോണിൽ വിളിച്ച് പറഞ്ഞിരിക്കുക കണ്ണൻ നടക്കുന്നത് കണ്ടത്. കടപ്പുറത്ത് കെട്ടിയോളുടെ കൈയും പിടിച്ചാണ് അവൻ നടക്കുന്നതെന്ന്. കൂട്ടിന് ആ അനന്തും ഉണ്ടെന്ന്. രണ്ടാളിനെ കൈ പിടിച്ചാണ് അവൻ നടക്കുന്നത്. രണ്ടാളുടെ ആണെങ്കിലും മൂന്നാളുടെ ആണെങ്കിലും കണ്ണൻ നടക്കുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമല്ലേ അമ്മേ? വേളി കടപ്പുറത്തുണ്ടെന്നാ പറയുന്നേ. എന്നാ പിന്നെ ഓടിപ്പോയി നോക്കിട്ടോ. അല്ല, അത് വിളിച്ചവൻ ആരാണെന്നും പറഞ്ഞില്ല. എടാ, പറഞ്ഞില്ലെങ്കിലും ഏതെങ്കിലും പരിചയക്കാരായിരിക്കും. അന്ന് കല്യാണത്തിനൊക്കെ വന്ന പരിചയക്കാര്. അവർക്ക് അത്ഭുതമല്ലേ അവൻ നടക്കുന്നത്. നേരത്തെ നിന്റെ ഒരു പരിചയക്കാരൻ ഇവിടെ വന്ന് പറഞ്ഞില്ലേ? ചിലപ്പോ അങ്ങനെ വിളിച്ച് പറഞ്ഞതായിരിക്കൂടാ. അവൻ കടപ്പുറത്ത് നടക്കുന്ന കാഴ്ചയാണ് കാണുന്നതെങ്കിൽ പിന്നെ കടലിൽ ചാടുന്ന അമ്മേ നല്ലത്. നീ ഒരു കാര്യം ചെയ്യ്. വേളിയല്ലേ, വെട്ടുകാട് പള്ളി അതിനടുത്ത. അവിടെ ഒരു മെഴുകുതിരിയൊക്കെ കൊളുത്തിട്ട് നേരെ കടലിലേക്ക് നടന്നു. അങ്ങനെ പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ചാ മതി. ഞാനും പിന്നാലെ വന്നോളാം. ഒരിക്കലും സ്വസ്ഥത കിട്ടുന്നില്ലല്ലോ അമ്മേ. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. എടാ, കേൾക്കുന്നത് ശരിയായിരിക്കൂടാ. അല്ലെങ്കിൽ പിന്നെ കണ്ണൻ എങ്ങനെ അച്ഛനായത്? തോമസ് വൈദ്യൻ എന്ന് പറയുന്ന പിശാചുണ്ടല്ലോ, അയാൾ അവനെ നടത്തിച്ചു കാണും. അതുകൊണ്ട് തന്നെയാ നമ്മളൊക്കെ സംശയിക്കുന്ന പോലെ അവനിപ്പോ തോമസ് വൈദ്യന്റെ വീട്ടിലേക്ക് പോകാത്തത്. കരുണയുടെ മുഖം ഓർക്കുമ്പോ എന്റെ നെഞ്ച് കത്തുകമ്മേ. അത് പോയി കണ്ടിട്ട് വന്നേ നിന്റെ നെഞ്ച് കത്തിക്കേ. പെട്ടെന്ന് അല്ലേ, ഉടുപ്പൊന്നും മാറണ്ട. വണ്ടി എടുത്തോണ്ട് പെട്ടെന്ന് പോയിട്ട് വാ. ശരി. എന്റെ ഭഗവാനെ, വിളിച്ചവൻ കണ്ടത് കണ്ണനെ ആയിരിക്കല്ലേ? അവൻ ആള് മാറിപ്പോയി കാണണേ. ഓ ഭഗവാനെ, വയ്യ.
ഇനി അവൻ എന്നെ പറ്റിച്ചാണോ? ഛേ, ഇവിടെ ഒരുത്തനും കാണുന്നില്ലല്ലോ.